ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് രണ്ടാഴ്ച കൂടുതലായി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയത്തിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ സക്സസ് ആയോ ഇല്ലയോ, അതോ അഴുകിപ്പോയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഏകദേശം 20 ദിവസം കഴിഞ്ഞ്. അപ്പോൾ വേണ്ട, ആദ്യത്തെ ചെടിയായിരുന്നു. ഇതിനകത്ത് നമ്മളൊരു അഞ്ച് ഗ്രാഫ്റ്റിങ് ചെയ്തായിരുന്നു. ഇതിനകത്ത് ഇതോ ഒരെണ്ണം സക്സസ് ആയി. അടുത്തത് നോക്കി, അതും കറക്റ്റായിട്ട് തന്നെ വന്ന്. ഇത് കുറച്ച് ലേറ്റായി കേട്ടോ, കാരണം 25 ദിവസം എന്തോ ആയി. ഇതിപ്പം ഈ ഇപ്പം നവംബർ മാസം ആയതുകൊണ്ട് മഞ്ഞുണ്ട്, അത് കണക്ക് തന്നെ മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷം നന്നായിട്ട് തണുത്ത് കിടന്നില്ലേ. അതേസമയം നല്ല ചൂടുള്ള അന്തരീക്ഷമാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഇതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടായേനെ. ഇതാ നോക്കി, പിന്നെ ഒരു ചെറിയ സ്റ്റെമ്മിൽ നമ്മൾ ഒരെണ്ണം വെച്ചായിരുന്നു. അതാണെങ്കിൽ മുളച്ചങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. അതാണ്ട് അടുത്തത് നോക്കി. സാധാരണഗതിയിൽ നമ്മളൊരു മാർച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ ഉണക്ക് കാലമാണല്ലോ, ആ സമയത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുറേ കൂടി ഫാസ്റ്റായിട്ട് വരും. അതുകൊണ്ട് ഇത് പിന്നെ അടുത്ത ഒരു പ്ലാന്റ് ആയിരുന്നു. ഇതിനകത്ത് നമ്മൾ മൂന്ന് ഗ്രാഫ്റ്റിംഗ് ചെയ്തായിരുന്നു. അതിനകത്ത് ഒരെണ്ണം ഓക്കെ ആയി, പക്ഷേ ബാക്കി രണ്ടും അഴുകിപ്പോയി. ഇനി അത് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി വെച്ച് കൊടുക്കണം, ഒന്നും കൂടി ചെയ്യണം നമുക്ക് ഗ്രാഫ്റ്റിങ്. ഇതെനിക്കൊന്ന് മഴ വെള്ളം വീണതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാ നാടൻ അഡീനിയത്തിൻ്റെ ആ ഒരു ചെടി എടുത്തിട്ട് അതിനകത്ത് വെച്ച് പഠിച്ച് നോക്കണം. അതുകൊണ്ട് ഇത് അടുത്ത പ്ലാന്റ് ആയിരുന്നു. ഇതിനകത്ത് നമ്മൾ 2 എണ്ണമായിരുന്നു ചെയ്തത്. അതിനകത്ത് ഒരെണ്ണം നന്നായിട്ട് കിളിച്ച്, ഒരെണ്ണം അതിൻ്റെ ചെറുതായിട്ട് ആ ഒരു കവറ് പൊട്ടിച്ചാൽ അതിൻ്റെ ഒരു മുള വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3 ചെടിയിൽ അന്ന് ഒരു വെറൈറ്റി ആയിരുന്നു വെച്ചത്, ഒരു നല്ലൊരു ഡബിൾ പെറ്റലായിരുന്നു വെച്ചത്. 3 ചെടിയിലും നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ വീഡിയോ കാണാത്തവർ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് വന്നാൽ കുറച്ചും കൂടി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. വേണ്ട, ഈ ചെടിയിൽ 3 എണ്ണം വന്ന്, എന്തായാലും 3 എണ്ണവും കറക്റ്റായിട്ട് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പം വെയിലത്ത്, കാരണം ഇപ്പോഴും നല്ല മഞ്ഞും മഴയും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഓപ്പൺ നമ്മളിപ്പം നമ്മുടെ വെയിലത്തെടുത്ത് വെക്കും. ആ സമയത്ത് നല്ല രീതിയിൽ ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പിന്നീട് അങ്ങോട്ട് വളർന്നോളും. ഇതിനകത്ത് നമ്മൾ ഏകദേശം എത്ര 1 2 3 4 5 എണ്ണം ചെയ്ത്, 5ഉം നമുക്കെന്തായാലും സക്സസ് ആയി കിട്ടി. പിന്നെ നായി ഒരെണ്ണം. ഇപ്പോൾ കണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു വീഡിയോയിൽ കാണണം, ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, വീഡിയോ ലിങ്ക്. അതിരുന്ന് കാണാം എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന്. അതിനകത്ത് നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.